അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 201. വൈകുന്നേരമായപ്പോൾ കൗസ്തുഭത്തിൽ എല്ലാവരും ചേർന്ന് ക്ഷേത്രത്തിലേക്ക് പോയി. ഇന്ന് അച്ഛമ്മയും അമ്മമ്മയും കൂടിയുണ്ട്. ജ്വാലയാണ് നിർബന്ധിച്ച് അവരെ കൊണ്ടുപോകുന്നത്. ഇരുവരും കാലുവേദനയാണെന്നൊക്കെ പറഞ്ഞിട്ടും അവള് വിട്ടില്ല. ഒരു ഭാഗത്ത് വന്നിരുന്നാൽ മതിയെന്നും പറഞ്ഞ് പെണ്ണ് പിടിച്ച് പിടിയാലെ കൊണ്ടുപോയി. ഇന്ന് നാടകമാണ് പരിപാടി. കുറച്ചുനേരം അത് കണ്ടിരുന്നെങ്കിലും ജ്വാലയ്ക്ക് പെട്ടെന്ന് തന്നെ ബോറടിച്ചു. അവള് പൊന്നുവിൻ്റെ മീനുവിൻ്റെ അടുത്തായിട്ടാണ് ഇരിക്കുന്നത്. ഇടയ്ക്ക് വെച്ചവൾ പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി, അഗ്നിയെ കാണാൻ എന്ന പോലെ. ആ തിരക്കിനിടയിൽ ഓടിപ്പാഞ്ഞ കണ്ണുകൾക്കിടയിലും അവൾ അവളുടെ ദേവേട്ടനെ കണ്ടു. അവൻ അവിടെ അപ്പുവിനോടെന്തോ കാര്യമായി പറയുകയാണ്. പുറകിൽ കുറച്ച് ആളുകൾ നിൽക്കുന്നുണ്ട്. ആ കൂട്ടത്തിലാണ് അഗ്നി, അപ്പുവും വ്യാസുമെല്ലാം ഉള്ളത്. അപ്പുവിനോട് സംസാരിച്ച് ജ്വാല ഇരിക്കുന്നിടത്തേക്കൊന്ന് നോക്കിയപ്പോഴാണ് അവിടെ പെണ്ണ് തന്നെ തന്നെ നോക്കിയിരിക്കുന്നത് അഗ്നി കണ്ടത്. അവൻ എന്തായെന്ന് കൈകൊണ്ട് ചോദിച്ചു. അവൾ ചുണ്ടും മുഖവും ചുളിച്ചുകൊണ്ട് അവനുള്ള മറുപടി നൽകി. അഗ്നിക്ക് അതിന്ന് തന്നെ കാര്യം മനസ്സിലായിരുന്നു. അവൻ ചിരിയോടെ പെട്ടെന്ന് ഫോൺ എടുത്തു. ജ്വാല അവനെ സംശയത്തോടെ നോക്കി. അഗ്നി അവൾക്ക് നേരെ ഫോൺ ഉയർത്തി കാണിച്ചു കൊടുത്തു. അവൾക്ക് മനസ്സിലായില്ല. പക്ഷെ പെട്ടെന്ന് കയ്യിലിരിക്കുന്ന ഫോൺ ഒന്ന് വൈബ്രേറ്റ് ചെയ്തതും ജ്വാല പെട്ടെന്ന് അതിലേക്ക് നോക്കി. ഫോണിൽ ദേവേട്ടൻ എന്ന പേരിൽ നിന്ന് വന്ന നോട്ടിഫിക്കേഷൻ കണ്ടതും അവൾ പെട്ടെന്ന് അതെടുത്തു നോക്കി. അവൻ ഫോണിലേക്ക് നോക്കാനാണ് പറഞ്ഞതെന്ന് അവൾക്ക് അപ്പോൾ മാത്രമാണ് മനസ്സിലായത്. പൊന്നുവിൻ്റെയും മീനുവിൻ്റെയും കൂടെ ആൽത്തറയുടെ ഭാഗത്തേക്ക് വാ, ഞാൻ അവിടെ ഉണ്ടാവും. അഗ്നിയുടെ മെസ്സേജ്. ജ്വാലയുടെ മുഖം വിടർന്നു. ഓക്കെ. അവൾ അപ്പോൾ തന്നെ മറുപടിയിട്ട് ഒരു ഇമോജി അയച്ചു. അത് കണ്ടതും അഗ്നിയുടെ ചുണ്ടുകളും ഒന്ന് വിടർന്നു. ഡാ, പിള്ളേർക്ക് ബോറടിക്കുന്നൂന്ന്. ഞാൻ കുഞ്ഞിനെ കൊണ്ട് ഇവിടെയെല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ, നിങ്ങൾ വരുന്നോ? അഗ്നി അപ്പുവിനോടും വ്യാസിനോടായിട്ട് ചോദിച്ചു. കേൾക്കേണ്ട താമസം രണ്ടും കൂടി ഉണ്ടെന്ന് പറഞ്ഞു. അഗ്നി അവന്മാരുമായി അവിടെ നിന്ന് പോയി. ജ്വാല പൊന്നുവിനെയും മീനുവിനെയും നോക്കി. രണ്ടാളും ആസ്വദിച്ച് നാടകം കാണുകയാണ്. ജ്വാല അത് കണ്ട് താടിക്ക് കൈകൊടുത്തുപോയി. പിന്നെ പതിയെ പൊന്നുവിനെ തട്ടി വിളിച്ചു. ഏ എന്താ? ഉറക്കത്തിന്ന് ഉണർന്നാൽ എന്ന പോലെ ഞെട്ടിക്കൊണ്ട് അവള് ചോദിച്ചു. ആ ചോദ്യത്തിൽ മീനുവിന്റെയും ജ്വാലയുടെയും കണ്ണൊന്ന് ചുരുങ്ങി. നീന്തടി കണ്ണു തുറന്നു വെച്ച് ഉറങ്ങായിരുന്നോ? ജ്വാല ചോദിച്ചു. പിന്നല്ലാതെ, എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. വെറുതെ മനുഷ്യനെ ശല്യം ചെയ്യാതെ പോ പെണ്ണെ, ഒന്ന് നന്നായി ഒന്ന് ഉറങ്ങി വന്നതാ. അതും പറഞ്ഞ് കോട്ടുവായിട്ട് പൊന്നു വീണ്ടും ഉറങ്ങാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. എടി ഉറങ്ങല്ലേ, വാ നമുക്ക് ഇവിടുന്ന് പോവാ. ജ്വാല പറഞ്ഞതും പൊന്നും മീനും അവളെ സംശയത്തോടെ നോക്കി. നിക്കും നല്ലോണം ബോറടിക്കുന്നുണ്ട്. ദേവേട്ടൻ മെസ്സേജ് അയച്ചിരുന്നു. നമ്മളോട് ആൽത്തറയുടെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ശബ്ദം താഴ്ത്തി ജ്വാല പറഞ്ഞു. ആണോ? എന്നാ വാ. അത് കേട്ടതും മീനൂന് ആവേശമായി. ജ്വാല പതിയെ എഴുന്നേറ്റതും ബാക്കി രണ്ടെണ്ണവും കൂടെ എഴുന്നേറ്റു. എവിടേക്കാ മൂന്നും കൂടി? അഗ്നിയേട്ടൻ്റെ അടുത്തുനിന്ന് ഞങ്ങൾക്ക് വഴക്ക് വാങ്ങി തന്നിട്ട് നീ അടങ്ങൂലേ? എന്റെ പൊന്നു ജ്വാലെ, ഇപ്പൊ തന്നെ നിന്നെ ഇവിടെ ഞങ്ങൾക്കൊപ്പം ഇരുത്താൻ പറഞ്ഞിട്ട് തന്നെ അഗ്നിയേട്ടനോട് അത്രയും പറഞ്ഞിട്ടാ ഏട്ടൻ വിട്ടേ. അപ്പോഴാണോ ഇനി ഞങ്ങളുടെ കണ്ണു വെട്ടിച്ചു പോകുന്നേ? വേണ്ട വേണ്ട, ഒരിടത്തും പോവണ്ട. ജ്വാലയുടെ ഇപ്പുറത്തായിരുന്ന മാനസി ജ്വാല എഴുന്നേറ്റത് കണ്ട് അല്പം പേടിയോടെ പറഞ്ഞു. അന്ന് അഗ്നി അവൾക്ക് വയറു നിറച്ചു കൊടുത്തത് കൊണ്ട് തന്നെ മാനസിക്ക് അതിന്റെ നല്ല പേടിയുണ്ട്. അതെ, എവിടെയും പോവണ്ട, ശ്രീജയൻ പറഞ്ഞു. ജ്വാല അവരെ നോക്കി മുഖം വീർപ്പിച്ചു. ദേവേട്ടൻ തന്നെയാ ഞങ്ങളോട് ആൽത്തറയുടെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു ചേച്ചി. നോക്ക് മെസ്സേജ്. ജ്വാല അവളുടെ ഫോണിൽ അഗ്നിയച്ച മെസ്സേജ് കാണിച്ചു കൊടുത്തു. മാനസി ശ്രീജയെ ഫോണിലേക്ക് നോക്കി അത് സത്യമാണെന്ന് ഉറപ്പുവരുത്തി. എന്നാലും മാനസി പറഞ്ഞു. ഒരെന്നാലുമില്ല, ഞാനും പൊന്നും കൂടെയില്ലേ, നിങ്ങൾ രണ്ടാളും പേടിക്കണ്ട. മീനു ഇടയിൽ കയറി. ഇവളെ നോക്കിക്കോണോട്ടോ, എനിക്ക് വെയ്യ ഇനി അഗ്നിയുടെ വായിന്ന് കേൾക്കാൻ. മാനസി വീണ്ടും പറഞ്ഞു. അങ്ങനെ ഒരുവിധം അവരെ പറഞ്ഞു മനസ്സിലാക്കി ജ്വാലയും പൊന്നും മീനും കൂടി ആൽത്തറയുടെ അടുത്തേക്ക് എത്താറായപ്പോൾ അവിടെയാണെങ്കിൽ നല്ല ജനക്കൂട്ടം. ജ്വാല ചുറ്റും അഗ്നിയെ നോക്കി. ദേവേട്ടൻ എവിടെയെങ്ങും കാണാനില്ലല്ലോ, നമ്മൾ എങ്ങനെ അങ്ങോട്ട് പോകൂടി? ജ്വാല വെല്ലായ്മയോടെ ചോദിച്ചു. പെട്ടെന്ന് കയ്യിൽ ഒരു പിടി വീണതും ജ്വാലെന്ന് ഞെട്ടിപ്പോയി. അടുത്ത നിമിഷം അത് ആരാണെന്ന് മനസ്സിലായതും അവളുടെ മുഖത്ത് ആശ്വാസം നിറഞ്ഞു. അവൾ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. അഗ്നി, അപ്പവും വ്യാസവും ഉണ്ട്. വാ അങ്ങോട്ട് പോവണ്ട, അവിടെയൊക്കെ മദ്യപിച്ച് നിൽക്കുന്നവർ വാ അങ്ങോട്ട് പോവണ്ട, അവിടെയൊക്കെ മദ്യപിച്ച് നിൽക്കുന്നവർ വരെയുണ്ട്. അഗ്നി പറഞ്ഞതും ജ്വാല തലയാട്ടി. പൊന്നും മീനു ആണെങ്കിൽ അഗ്നിക്കൊപ്പം വ്യാസിനെ അപ്പൂനെയും കൂടി കണ്ട പൊന്നും പൊന്നും മീനു ആണെങ്കിൽ അഗ്നിക്കൊപ്പം വ്യാസിനെ അപ്പൂനെയും കൂടി കണ്ട അമ്പരപ്പിലാണ്. പോരാത്തന് അവളുമാരെ നോക്കി ചിരിച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഇരുവരും. ഇതെന്താ നിങ്ങൾ രണ്ടാളും, നിങ്ങൾക്ക് നാടകം ഇഷ്ടായില്ലേ? പൊന്നു ചോദിച്ചു. കുറച്ചു നേരം കണ്ടു. അപ്പോ ഏട്ടൻ പറഞ്ഞു ജ്വാലയുടെ അടുത്തേക്ക് പോവാന്ന്, അതുകൊണ്ട് ഞങ്ങളും കൂടെ പോന്നു. അപ്പു വിശദീകരിച്ചു. ഓ, പൊന്നു തലയാട്ടി. എന്നാ ഞാൻ ഇവളെയും കൊണ്ട് പോയേക്കുക. എല്ലായിടും ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഇന്നലെ തന്നെ അതും പറഞ്ഞ് മുഖം വെറുപ്പിക്കുന്നുണ്ടായിരുന്നു. അഗ്നി കുറുമ്പോടെ പറഞ്ഞതും ജ്വാല ചിരിച്ചതേയുള്ളൂ.
ആ, അത് നല്ല തീരുമാനം. ഇന്നലെ ഞങ്ങൾ മൂന്നാളും കൂടി ഇവിടെയൊക്കെ കറങ്ങണമെന്ന് കരുതിയതാ. നടന്നില്ലല്ലോ. ഇന്ന് ആ വിഷമം അങ്ങോട്ട് തീർത്തേക്കാ. മീനു സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അഗ്നിയുടെ ഇടത് കൈയിൽ ചുറ്റിപ്പിടിച്ചു. അഗ്നി അവളെയൊന്ന് നോക്കി ചിരിച്ചുകൊണ്ട് വ്യാസനെ നോക്കി. അവളെ കൂർപ്പിച്ചു നോക്കുന്നുണ്ടവൻ. അത് കണ്ടപ്പോ അഗ്നി ചുണ്ട് കടിച്ചു പിടിച്ചുപോയി. മീനൂട്ടിയെ, വ്യാസ് വന്നേക്കുന്ന കണ്ടില്ലേ? നീ അവന്റെ കൂടെ ചെല്ല്. പൊന്നു, നീ അപ്പൂന്റെ കൂടെ. കുഞ്ഞനെ ഞാൻ കൊണ്ടുപോവാ, അവൻ പറഞ്ഞു. മീനും പൊന്നും കണ്ണും പിഴിച്ച് ചെക്കന്മാരെ നോക്കിപ്പോയി. ശരിക്കും? മീനു ആണത് ചോദിച്ചത്. അതെന്താ, നിനക്ക് എന്റെ കൂടെ വന്നൂടെ? അവളുടെ മുഖം കണ്ട് വ്യാസ് ചോദിച്ചു. പിന്നെന്താ, ഞാൻ വരും. പക്ഷെ വ്യാസേട്ടൻ എന്നെ കൂടെ കൊണ്ടുപോവോ? അങ്ങനൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. അവള് ചുണ്ടുകൂട്ടി. വേണമെങ്കിൽ കൂടെ വാ പെണ്ണെ, നിന്ന് കൊഞ്ചാതെ. വ്യാസിൽ ഗൗരവമാണ്. മുരടൻ. അവള് പിറുപിറുത്തു. എന്ത്? അവള് പറഞ്ഞത് കേട്ടെങ്കിലും വ്യാസ് ചോദിച്ചു. ഏയ് ഒന്നുമില്ല, എങ്ങോട്ടാന്ന് വെച്ച് നടക്കുന്നു പറയായിരുന്നു. മീനു വേഗം പറഞ്ഞു. അവനൊന്ന് മൂളിക്കൊണ്ട് അപ്പൂനെ അഗ്നിയെ നോക്കി. ചെല്ല്, അഗ്നി പറഞ്ഞു. വാ. അവനോടൊന്ന് മൂളിക്കൊണ്ട് മീനുവിനെ തറപ്പിച്ചു നോക്കി. അതും പറഞ്ഞ് വ്യാസ് മുന്നോട്ട് നടന്നു. ദേ പോണു, ഈ മനുഷ്യനെ ഞാനിന്ന് ഒന്ന് കൈ പിടിച്ച എന്താ ദുഷ്ടന്. പിറുപിറുത്തുകൊണ്ട് മീനു അവന് പിറകെ പോയി. ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് പെട്ടെന്ന് മുന്നോട്ട് നടന്ന വ്യാസിനെ ഒന്ന് നോക്കിക്കൊണ്ട് ഒരു നെടുവീർപ്പിട്ടു മീനു. പക്ഷെ നിമിഷങ്ങൾക്കുള്ളിൽ അവന്റെ കൈകൾ തന്റെ വലത് കൈയിൽ കോർത്തതും അവളുടെ കണ്ണുകൾ സന്തോഷത്താൽ വിടർന്നുപോയി. അവൾ അവനെ നോക്കി. വാ, പുഞ്ചിരിയോടെ അവൻ പറഞ്ഞു. ഒപ്പം ആ കൈയിൽ നിന്നും പിടിവിട്ട് അവളുടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചതും മീനു ഒന്ന് വിറച്ചുപോയി. ആദ്യമായിട്ടാ ഇങ്ങനെയൊക്കെ. അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നി. അത്രയും സന്തോഷത്തോടെ അവളും അവനോട് ചേർന്ന് നടന്നു. എല്ലാം കണ്ടുനിന്ന അപ്പു, അഗ്നിയും ജ്വാലയും പൊന്നും പുഞ്ചിരിയോടെ പരസ്പരം നോക്കി. എന്നാ ഏട്ടൻ വിട്ടോ, ഞാൻ ഈ നാഗവല്ലി കൊണ്ടുപോവാ. അഗ്നിയോട് പറഞ്ഞു തീർന്നതും പൊന്നുവിന്റെ കയ്യിൽ പിടിച്ചു വലിച്ച് അവളെ തന്നോട് ചേർത്തിരുന്നു അപ്പു. പൊന്നു അവനെ പിടപ്പോടെ നോക്കി. അപ്പു ജ്വാലയെ നോക്കി കണ്ണിറുക്കി പൊന്നുവിന്റെ കൈയും പിടിച്ച് അവിടെ നിന്ന് പോയി. ജ്വാല അഗ്നിയൊന്ന് നോക്കി. വാ. അഗ്നി അവന്റെ കൈ അവൾക്ക് നേരെ നീട്ടി. അവൾ ആ കൈയിലേക്ക് പെട്ടെന്ന് തന്നെ തന്റെ കൈകൾ ചേർത്ത് പിടിച്ചു. മുന്നോട്ട് നടക്കുന്തോറും രാത്രിയിലെ കച്ചവടക്കാരുടെ ബഹളവും ഓരോ കടകളും മറ്റും കണ്ട് കണ്ണുവിടർത്തുന്ന പെണ്ണിനെ അത്യധികം പ്രണയത്തോടെ നോക്കിപ്പോയി അഗ്നി. പക്ഷെ ജ്വാല അതൊന്നും അറിയാതെ അപ്പോഴും ആ കാഴ്ചകൾ ആസ്വദിക്കുകയായിരുന്നു. ചെറുപ്പത്തിൽ ഇങ്ങനെയെല്ലാം കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടും വീട്ടിനുള്ളിൽ തളയ്ക്കപ്പെട്ടു പോയ പെണ്ണിന്റെ ഉള്ളിലെ നോവിൽ നിന്നുമുള്ള മോചനത്തിന്റെ സന്തോഷം അഗ്നി കണ്ടു. അവൾക്കൊപ്പം അവളുടെ പുഞ്ചിരി കണ്ട് മതിമറന്നു നിൽക്കുമ്പോൾ അവനും അവളോളം സന്തോഷത്തിലായിരുന്നു. കുപ്പിവളകൾ കണ്ട് ജ്വാല സന്തോഷത്തോടെ അതിലൊന്ന് തട്ടി നോക്കി. എന്തേ, വേണോ? അഗ്നി ചോദിച്ചു. പെട്ടെന്ന് തന്നെ ആവേശത്തോടെ അവള് മൂളി. എന്നാ വാങ്ങിച്ചോ. ദേവേട്ടൻ വാങ്ങിത്താ. അവളുടെ ആഗ്രഹമായിരുന്നു അത്. അത് അവനും മനസ്സിലായിരിക്കാം. കറുപ്പും ചുവപ്പും കുപ്പിവളകൾ വാങ്ങി അവൾക്ക് നേരെ അവൻ നീട്ടി. ഇതു മതിയോ? ഇട്ടുതാ. അതിലുണ്ടായിരുന്നു അവളുടെ മറുപടി. അഗ്നി പുഞ്ചിരിയോടെ അവളുടെ ഇടത് കൈയിലേക്ക് വള കൊടുത്ത് അതിന്ന് കുറച്ചെടുത്ത് വലത് കൈയിൽ ഇട്ടുകൊടുത്തു. ഇടത് കൈയിൽ കറുപ്പ് കുപ്പിവളകളും. നല്ല ഭംഗിയുണ്ട് കുഞ്ഞാ. കടക്കാരന് പൈസ കൊടുത്ത് അവളുടെ കൈ പിടിച്ചു നോക്കി അഗ്നി പറഞ്ഞു. അവൾ ആ കൈകളൊന്ന് കിലുക്കി നോക്കി. ആ കുപ്പിവളകളുടെ കിലുക്കത്തോടൊപ്പം ജ്വാലയുടെ ചിരിയും അവിടെ ഉയർന്നു. ആ ചിരിയിലേക്ക് അതിനേക്കാൾ നിറഞ്ഞ ചിരിയോടെ നോക്കുമ്പോൾ തന്റെ ലോകം തന്നെ ഈ കൊച്ചു പെണ്ണിലാണെന്ന് അഗ്നിയുടെ മനസ്സ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. വ്യാസും മീനു ഒരുപാട് സംസാരിച്ചു. അവൾക്ക് വേണമെന്ന് പറഞ്ഞതെല്ലാം അവൻ വാങ്ങിച്ചു കൊടുത്തു. പെണ്ണിന് അധികവും കഴിക്കാൻ മതിയായിരുന്നു. അവളെ കൂർപ്പിച്ചു നോക്കുമെങ്കിലും അവനെല്ലാം വാങ്ങിച്ചു കൊടുക്കും. നമ്മുടെ കാര്യം എത്രയും പെട്ടെന്ന് എല്ലാവരോടും പറയണോട്ടോ വ്യാസേട്ടാ. കയ്യിലുള്ള പഴംപൊരി വായിലേക്ക് വെക്കുന്നതിനിടയ്ക്ക് മീനു പറഞ്ഞു. ഒന്ന് പതിയെ കഴിക്കുവേണേ. അവളുടെ കഴിക്കല് കണ്ട് അവൻ പറഞ്ഞു. ഓ, ഞാൻ പതിയെ തന്നെ കഴിക്കുന്നേ വ്യാസേട്ടൻ. ഞാൻ പറഞ്ഞത് കേട്ടോ, നമ്മുടെ കാര്യം എത്രയും പെട്ടെന്ന് എല്ലാവരോടും പറയണോന്ന്. ഇത്തവണ മീനുവിന്റെ ശബ്ദം ഒന്ന് കനത്തു. ആ, ആലോചിക്കട്ടെ. അവളെ ദേഷ്യം പിടിപ്പിക്കാൻ എന്ന പോലെ അലസമായി അവൻ പറഞ്ഞു. അതെന്തൊരു ആലോചന? ദേ വ്യാസേട്ടാ, ആലോചിച്ച് നിന്ന് മതിട്ടോ. വന്ന അന്ന് തൊട്ട് ഞാൻ പറയുന്നതല്ലേ ഈ കാര്യം, ഒന്ന് പറയുന്നേ. അവള് കൊഞ്ചിക്കൊണ്ട് അവന്റെ ഷർട്ടിൽ കൈചുരുട്ടി പിടിച്ചു. വ്യാസ് അവളുടെ മുഖത്തേക്ക് നോക്കി. ആകെ ചുണ്ടൊക്കെ പിളർത്തി നിൽക്കുന്നുണ്ട് പെണ്ണ്. അവന് ചിരി വന്നു പോയി. പറയാം മീനു, നീ ആദ്യം ഒന്ന് വിട്ടുനിന്നേ, നിനക്ക് വ്രതമുള്ളതല്ലേ. അവളെ തന്നീന്ന് അകറ്റി മാറ്റി വ്യാസ് പെട്ടെന്ന് പറഞ്ഞു. അതിനിപ്പോ എന്താ? ഓ, അപ്പോ ഞാനൊന്ന് അടുത്ത് വന്ന് നിന്നാ ഈ വിശ്വാമിത്രന്റെ തപസ്സും ഇളകുമല്ലേ? അതാണോ ഈ പേടി? മീനു വല്ലാത്തൊരു കുറുമ്പോടെ ചോദിച്ചു. ഡി, എന്തൊക്കെയാ പറയുന്നേ? അവളുടെ പറച്ചില് കേട്ട് വ്യാസൊന്ന് ചമ്മി. അത് കണ്ടത് മീനുവിന് ചിരിപൊട്ടി. പിന്നല്ലാതെ, അതുകൊണ്ടല്ലേ വിട്ടു നിൽക്കാൻ പറയുന്ന എന്നോട്. പക്ഷെ വ്യാസേട്ടൻ പേടിക്കണ്ട കേട്ടോ, എനിക്ക് നല്ല കൺട്രോളാ. അതുകൊണ്ട് വ്യാസേട്ടൻ ഇങ്ങോട്ട് വന്നാലും ഞാൻ വ്രതം തെറ്റിക്കൂല. വായിലേക്ക് ബാക്കി പഴംപൊരി കൂടി കുത്തിക്കേറ്റി ഇളിച്ചുകൊണ്ട് അവള് പറഞ്ഞു. വ്യാസാണെങ്കിൽ ഇത് എന്തോന്ന് പെണ്ണെന്ന പോലെ അവളെ നോക്കിപ്പോയി.
പിന്നെ വ്യാസേട്ടാ, അവളെന്തോ പറയാൻ ശ്രമിച്ചു. ഇനി നീ മിണ്ടിപ്പോരുത്. എന്റെ ഈശ്വര, ഏത് നേരത്താണോ എന്തോ എനിക്ക് ഇതിനെ വലിച്ചു കൂടെ കൊണ്ടുവരാൻ തോന്നിയേ. വ്യാസ് മുകളിലേക്ക് നോക്കി ദയനീയമായി പറഞ്ഞു. ഈ മീനു ഇളിച്ചു. ഇളിക്കുന്ന നോക്ക്, പാ ഇങ്ങോട്ട്. നിന്റെ അമ്മയെങ്ങാനെ കണ്ട എനിക്ക് ചീത്തപ്പേരുണ്ടാവാൻ അത് മതി. അവളുടെ കൈയും പിടിച്ച് മുന്നോട്ട് നടക്കുമ്പോൾ വ്യാസ് പറഞ്ഞു. അതല്ലേ ഞാൻ വ്യാസേട്ടനോട് പറഞ്ഞേ, നമ്മുടെ കാര്യം പെട്ടെന്ന് വീട്ടിൽ പറയാൻ. മീനു അവന്റെ കയ്യിൽ നിന്ന് പിടിവിട്ട് കൈത്തണ്ടയിൽ ചുറ്റിപ്പിടിച്ചു. ആ പറയാം മീനൂട്ടി, നീ ഒന്ന് വായിങ്ങോട്ട്. അവളുടെ ചെറിയ ചെറിയ കുറുമ്പെല്ലാം ആസ്വദിച്ചുകൊണ്ട് കപട ഗൗരവത്തിൽ പറയുമ്പോഴും എത്രയും വേഗം മീനുവിന്റെ തന്റെയും കാര്യം എല്ലാവർക്കും മുന്നിൽ അവതരിപ്പിക്കാൻ തന്നെ വ്യാസ് തീരുമാനിച്ചിരുന്നു. തുടരും.